എനിക്കിത് പറയാൻ പാടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്. എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല. പക്ഷെ ചിലവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തോന്നും, എന്താ ഇങ്ങനെ ചെയ്തേ എന്ന് തോന്നും. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ മറിയം. അപ്പൊ ഇന്നതേ നമ്മുടെ വീട്ടിലെ താരത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സന്തോഷമല്ലേ. അപ്പൊ അതുപോലൊരു താരാണ് എൻ്റെ വീട്ടിലെ ഈ പുള്ളിക്കാരൻ. എൻ്റെ അനിയന്റെ കൊച്ചാണ്. നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലുള്ള ആദ്യത്തെ കുട്ടിയാണ്. അപ്പൊ അത് കാരണം എല്ലാവർക്കും ഇവനെ ഭയങ്കര കാര്യമാണ്. ഭയങ്കര ഏറ്റവും പാമ്പർ ചെയ്ത് വളർത്തി വഷളാക്കാൻ പോകുന്ന ഒരു കൊച്ചും കൂടെയാണ്. അപ്പോൾ അവന്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഈ മൂന്നാമത്തെ ബർത്ത്ഡേ എനിക്ക് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യണം എന്ന് തോന്നി. അവന്റെ അപ്പനും അമ്മയും അവിടെ കഷ്ടപ്പെട്ട് ഒതുക്കി പെറുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയൊരു ആഘോഷമാണ്. അവളുടെയും ഞങ്ങളുടെയും വീട്ടുകാർ, അവളുടെയും വീട്ടുകാർ, അതായത് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ആണ് നടത്താൻ പോകുന്നത്. ഒരു ഈച്ചേനെ കുറെ നേരം ശല്യം ചെയ്യുന്നു. അപ്പോഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, മഴയൊക്കെ അല്ലേ, അതിൻ്റെയാണ്. അപ്പോൾ ഈ താരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല റബ്ബർ ബാൻഡ് പോലത്തെ സ്വഭാവമുള്ള ഒരു കൊച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മാത്രം പോകുന്ന ഒരു കുട്ടി. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പറയുന്ന ഒരു കുട്ടി. അപ്പൊ അത് കാരണം ഈ കുട്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഈ കുട്ടി ജനിച്ചത് തന്നെ വളരെ വലിയൊരു സ്റ്റോറി ആയിട്ടാണ് ജനിച്ചേക്കുന്നത്. എന്നെ സംബന്ധിച്ചാണ്, ഞാനാണ് അതിൽ എഫക്ട് ചെയ്തേക്കുന്ന ഒരു വലിയൊരു ഭാഗം. ഇവനുണ്ടായത് കോവിഡിന്റെ ടൈമിലാണ്, 2022. ആ സമയത്ത് ഇവൾക്ക് ലിവർ ഫങ്ഷനും ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പിത്തമൊക്കെ കാണിച്ചു. അപ്പൊ അവളുടെ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊച്ചിനെ നമുക്ക് പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്തില്ലെങ്കിൽ കൊച്ചിന്റെ ബ്രെയിൻ എഫക്ട് ചെയ്യും. അപ്പൊ അവളുടെയും നമ്മുടെ വീട്ടുകാർക്കൊക്കെ കോവിഡ് ആയ കാരണം എല്ലാവരെയും ടെസ്റ്റ് ചെയ്തപ്പോൾ ബാക്കി എല്ലാവരും പോസിറ്റീവ്, ഞാൻ മാത്രം നെഗറ്റീവ്. അപ്പം ഞാൻ വളരെ സന്തോഷമായിട്ട് ഓക്കെ ഞാൻ നിൽക്കാം, ഞാൻ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ചെന്നു. അങ്ങനെ അഡ്മിറ്റായി. കോവിഡ് രണ്ടുപേരെ വീണ്ടും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി നെഗറ്റീവ്, അവൾക്ക് പോസിറ്റീവ്. അവള് ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ദിവസം ആണ് ഇവൾക്ക് മെഡിസിൻ ഒക്കെ കൊടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, നമുക്ക് എത്രയും നോർമൽ ആക്കാൻ പറ്റുമോ നോക്കാം, നോർമൽ ആയില്ലെങ്കിൽ നമുക്ക് സിസേറിയൻ ചെയ്യേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞു. അപ്പൊ അവളുടെയും എന്റെയും വീട്ടുകാരൊക്കെ നല്ല പ്രാർത്ഥനയിലാണ്. ദൈവമേ എത്രയും ഏതായാലും നോർമലായാൽ മതി എന്നുള്ളൊരു ഇതില്ല. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് സാധാ ഒരു ചെറിയ കന്യാസ്ത്രീമാര് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്. എനിക്കിത് പറയാൻ പാടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്. എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല. പക്ഷെ ചിലവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തോന്നും, എന്താ ഇങ്ങനെ ചെയ്തേ എന്ന് തോന്നും. പക്ഷെ അതെനിക്ക് പറയണം എന്നുണ്ട് ഇവന്റെ ഈ ബർത്ത്ഡേ സെലിബ്രേഷന്റെ അന്ന്. അപ്പോ ഇവൻ ഉണ്ടായി കഴിഞ്ഞു. ഒരു സാധാ 2 ബെഡ്റൂം ഓപ്പോസിറ്റ് ഉള്ള മുറിയില് ലേബർ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ടേബിളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവളെ അഡ്മിറ്റ് ആക്കിയേക്കുന്നത്. അപ്പൊ ഇവളെ അഡ്മിറ്റ് ആക്കി മെഡിസിൻ കൊടുത്ത് ഇവൾക്ക് ഇങ്ങനെ പെയിൻ വന്നും കുറഞ്ഞും പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് നല്ല സങ്കടവും തോന്നുന്നുണ്ട് പാവത്തിന്റെ അടുത്ത്. കാരണം കുറേ കഷ്ടപ്പെടുന്നുണ്ട് ഈ കോവിഡും മഞ്ഞപ്പിത്തവും. അതിന്റെ കൂടെ അവൾക്കൊരു ആശ്വാസത്തിനായിട്ട് ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോലോ, അപ്പനോ അമ്മയോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിന് കൂടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചു പോലോ. പക്ഷെ ആരുമില്ല, ഞാൻ മാത്രമുള്ള ആ സമയത്ത്. അത് കഴിഞ്ഞ് 4 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളി വന്നതിന് മുമ്പ് കുറച്ച് വരുന്ന ആ ഒരു സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇവളെ നടത്തിച്ചു കൊണ്ടുപോയി ആ റൂമിലേക്ക്. പിന്നെ പ്രസവം കഴിഞ്ഞ് കുട്ടീനെ എന്നെ കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവളെ സ്റ്റിച്ചൊക്കെ ഇട്ട് തിരിച്ച് അതേ രീതിയിൽ റൂമിൽ കൊണ്ടുപോയി കിടത്തി. ആദ്യം ഞാനൊന്ന് ഞെട്ടി, എന്താ ഇങ്ങനെ, അറ്റ്ലീസ്റ്റ് ഒരു വീൽ ചെയറിലോ എന്തെങ്കിലും അല്ലേ, നമ്മളിങ്ങനെ ഒരു സ്ട്രെച്ചറിലോ ഒക്കെ അല്ലേ, അല്ലെങ്കിൽ ഇത്രയും കെയർ വേണ്ടുന്നതല്ലേ. ഇവൾക്ക് എന്തെങ്കിലും അസുഖം വരാഞ്ഞത് ദൈവഭാഗ്യം. നമ്മുടെ പ്രാർത്ഥനയുടെയും കാര്യങ്ങളുടെയും ഒക്കെ ആയിട്ട് ഒന്നും പറ്റിയില്ല. പക്ഷെ കൊച്ചിനെ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ വളരെ സന്തോഷത്തിൽ ആദ്യം കൊച്ചിനെ എടുക്കുകയും കൊച്ചിനോട് ഓരോന്ന് പറയുകയും പിന്നെ എല്ലാവരെയും വീഡിയോ കോള് കാണിക്കുകയും ഒക്കെ നോക്കണ സമയത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധോദിച്ചത്. ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ ഇങ്ങനെ പുതപ്പിന്റെ അടിയിൽ വിറച്ച് കിടക്കുക.
വിറച്ച് കിടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വിറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വിറയലൊന്നുമില്ല. ഞാൻ അങ്ങനെ ജീവിതത്തിൽ ആരുടെയും കണ്ടിട്ടില്ല അമ്മാതിരി വിറയല്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ കയ്യിൽ കൊച്ചിരിക്കണു, കൊച്ചു കരയുന്നു. കൊച്ചിനെ നമ്മൾ എടുക്കേണ്ട രീതി കാര്യങ്ങള്, പിന്നെ കൊച്ചിനെ എന്താ ചെയ്യേണ്ടത്, കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണന്മാരൊക്കെ പ്രാർത്ഥിക്കുക എന്തൊക്കെയോ ചെവിയിൽ പറയൊക്കെ ഉണ്ടല്ലോ. എനിക്കിതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവളുടെയും എന്റെയും സിറ്റുവേഷൻ പനി കൂടി. അതായത് സിസ്റ്റർമാരൊന്നും വിളിച്ച അടുത്തൊന്ന് ഉള്ള രീതിയിലല്ല, അങ്ങ് കുറെ ദൂരെയാണ് എല്ലാവരും ഇരിക്കുന്നത്. നേഴ്സിംഗ് സ്റ്റേഷനൊക്കെ ഏറ്റവും താഴെയുള്ള നിലയിലാണ്. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ഇതായി പേടിച്ച്, പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും അവളുടെ ഒരു പനി, അവളൊരു പാരസിറ്റമോൾ അവിടെ നിന്ന് എടുത്ത് കഴിച്ച് അവളുടെ പനിയൊക്കെ കുറഞ്ഞ് അവൾ എഴുന്നേറ്റ് നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആദ്യത്തെ ദിവസം കുഴപ്പമില്ലാണ്ട് പോയി. രണ്ടാമത്തെ ദിവസം ഈ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയില്ല. പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻ്റെ കയ്യിലേക്ക് വരും. എൻ്റെ കയ്യിൽ നിന്ന് അത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കരച്ചില് ഒരു 10 സെക്കൻഡ് അല്ല, ഒരു 30 സെക്കൻഡ് പോലും പുള്ളി ബെഡിൽ കിടക്കില്ല. അങ്ങനെ ഇവൻ കരഞ്ഞോണ്ടേ ഇരിക്കുക. നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ല. അങ്ങനെ എൻ്റെ ഉറക്കം പോയി. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഒക്കെ ഉറക്കം പോയി. 4-ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി. അതായത് ഇവളുടെ ബിലിറൂബിൻ, അതായത് മഞ്ഞപ്പിത്തത്തിന്റെ അളവ് കുറയുന്ന അനുസരിച്ചാണ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ മോള് പറഞ്ഞ എനിക്കൊന്ന് ഉറങ്ങണം, അത്ര ഇതായിരുന്നു എനിക്ക്. അങ്ങനെ ആയിരുന്നു ഇവൻ ഉണ്ടായത്. അപ്പൊ എനിക്കിത് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു മെമ്മറബിൾ മൊമെന്റ് ആണ്. ഞാൻ ഒരിക്കലും മറക്കില്ല. അതിനുശേഷം ഞാൻ പിന്നെ വിവാഹ ജീവിതം വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലും കൂടി. ബർത്ത്ഡേ വീഡിയോസും അതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല സോറി, കാണിക്കാം ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ. നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു കുട്ടി സെലിബ്രേഷൻ. ഇതാണ് നമ്മുടെ താരം ആദം ആമോസ് ആന്റണി. ഞാൻ വിളിക്കുന്നത് പാച്ചു എന്നാണ് വീട്ടിൽ. നമ്മൾ നല്ല അടിപൊളി ക്യാരക്ടറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും കേക്ക് കൊടുത്തു കഴിഞ്ഞ് പുള്ളിക്കാരൻ കാണിക്കുന്ന ഓരോ ആക്ഷൻസും കാര്യങ്ങളും.
അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ, ചെറിയൊരു ആഘോഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും, എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നൊരു ദിവസം കാണാം കുറച്ചധികം വിശേഷങ്ങളൊക്കെ ആയിട്ട്. ബൈ.